ഹായ്, ഇന്നത്തെ ഈ വീഡിയോ ഉണ്ടല്ലോ എല്ലാ മക്കൾക്കും കൊച്ചുമക്കൾക്കും ഒക്കെ വേണ്ടിയിട്ടുള്ള വീഡിയോയാണ്. ഞാൻ ഈ കഴിഞ്ഞ ഒരു ദിവസമേ ലക്ഷോറിൽ എൻ്റെ അമ്മച്ചീനെയും കൊണ്ട് കിടന്നു കഴിഞ്ഞപ്പം തൊട്ട് ഇപ്പുറത്തെ ബെഡേൽ ഒരമ്മച്ചി കിടപ്പുണ്ട്. അമ്മച്ചീനെ നോക്കാനായിട്ട് ഒരു ഹോം നേഴ്സും ഉണ്ട്. അപ്പം ഞങ്ങൾ ഒരു ദിവസം ആയി, പിറ്റേ ദിവസമായതിന് ഈ അമ്മച്ചിയായിട്ട് ഞാനങ്ങ് ഭയങ്കരമായിട്ട് കൂട്ടായി. അപ്പം ഞാൻ എൻ്റെ അമ്മച്ചീനെ അടുത്തിരുന്ന് ശുശ്രൂഷിക്കുന്നതും അമ്മച്ചീനെ കൊഞ്ചിക്കുന്നതും ഒക്കെ കണ്ടപ്പോൾ ഈ അമ്മച്ചിക്ക് ഭയങ്കര സങ്കടം. അതുപോലെ തന്നെ എൻ്റെ അമ്മച്ചീനെ കാണാൻ മക്കളും കൊച്ചുമക്കളും ഒക്കെ ഇങ്ങനെ തുടരെ വന്നുകൊണ്ടിരിക്കുവാണ്. ഈ അമ്മച്ചിക്ക് ഭയങ്കര സങ്കടം. അപ്പം ഞാൻ എൻ്റെ അടുക്കൽ അമ്മച്ചീനെ കാണാൻ വരുന്നവരോട് ഞാൻ പറയും, അവിടെ അമ്മച്ചീനെ അവിടെ കണ്ടിട്ട് പോവാം, നമ്മുടെ അമ്മച്ചിയെ പോലെ തന്നെയാണെന്ന് പറഞ്ഞ്. അങ്ങനെ അവരവിടെയും പോയി കണ്ടിട്ട് പോവാം. അപ്പം ഞാൻ അമ്മച്ചിയോട് ചോദിച്ചു, എന്നാ അമ്മച്ചി സങ്കടം എന്ന് ചോദിച്ചു. ഉടനെ അമ്മച്ചി ഒന്നും മിണ്ടിയില്ല. ഉടനെ ഹോം നേഴ്സ് എന്നോട് പറഞ്ഞു, അമ്മച്ചിക്ക് 3 മക്കളാണ്. ഒരാൾ വിദേശത്താണ്, 2 പേര് നാട്ടിൽ തന്നെയുണ്ട്. പക്ഷേ അമ്മച്ചീനെ നോക്കാനും എടുക്കാനും ആർക്കും സമയമില്ല. അമ്മച്ചീനെ നോക്കാൻ എന്നെ വെച്ചേക്കും. എന്നിട്ട് എപ്പോഴും വിളിച്ചു ചോദിച്ച് അമ്മച്ചിക്ക് എങ്ങനെയുണ്ട്. ആ ചോദ്യത്തേക്ക് നമുക്ക് മനസ്സിലാകത്തില്ലേ അമ്മച്ചി അങ്ങ് പോകാറായോ എന്നുള്ള അതിന് വേണ്ടിയിട്ട് അവർ ചോദിക്കുന്നതെന്ന്. അമ്മച്ചീനെ മക്കൾക്ക് കാണണ്ടെന്ന് പറഞ്ഞു. ഉടനെ ഞാൻ അമ്മച്ചിയോട് ചോദിച്ചു, അമ്മച്ചിക്ക് മക്കളെ കാണണമെന്നുണ്ടോ, എങ്ങനെയാണെന്ന് ചോദിച്ചേ. അന്നേരം അമ്മച്ചി പറഞ്ഞു, എൻ്റെ മക്കളല്ലേ, ഞാൻ പ്രസവിച്ചതല്ലേ, എനിക്ക് കാണണമെന്നുണ്ട്. പക്ഷേ ഞാൻ ഒരിക്കലും പറയത്തില്ല അവരോട് കാണണം. ഞാൻ ചോദിച്ചാൽ എന്നാന്ന് ചോദിച്ചു. അവർക്ക് എൻ്റെ മരിച്ച മുഖം കാണാനായിട്ട് അവരിരിക്കുന്നത്. എൻ്റെ ജീവനില്ലാതെ കിടക്കുന്ന ശരീരം മാത്രം അവർക്ക് കണ്ടാൽ മതി. പക്ഷേ എനിക്ക് അങ്ങനെയല്ല. എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് പറയുന്നത് തന്നെ സങ്കടം വരും. എനിക്ക് ജീവിച്ചിരിക്കുമ്പോഴല്ലേ എൻ്റെ മക്കളെ കാണാൻ പറ്റുള്ളൂ. ഞാൻ മരിച്ചു കിടന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എൻ്റെ മക്കളെ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ആ ഒരു ചോദ്യത്തിൽ എന്തെല്ലാം അർത്ഥങ്ങളുണ്ട്. നമുക്കതിന്ന് ഓർത്ത് നോക്കി, ഒന്ന് ഉൾക്കൊണ്ട് നോക്കി. അതുകൊണ്ട് എൻ്റെ മക്കളോട് എല്ലാവരോടും ഞാൻ പറയാം, കാരണവന്മാരുള്ള എല്ലാ മക്കളോടും എവിടെ ജോലി ചെയ്തോട്ടെ, നിങ്ങൾ അവരെ കാണാനായിട്ട് ഒരു 3 മാസം കൂടുമ്പോഴൊന്നും വേണ്ടത്, ഒരു 6 മാസം കൂടുമ്പോഴെങ്കിലും അവരെ വന്നൊന്ന് കണ്ട് കേട്ട് നിങ്ങൾ പോകണം. അവരുടെ ആ മനസ്സിൻ്റെ ഒരു വേദന നിങ്ങളെല്ലാവരും ഇങ്ങനെ കാണണം കേട്ടോ. എൻ്റെ ഈ അഭിപ്രായത്തോട് നിങ്ങളെല്ലാവരും യോജിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ല് കേട്ടോ. അപ്പം മറ്റൊരു വീഡിയോ മറ്റൊരു ദിവസം വീണ്ടും കാണാൻ. ടാറ്റാ, ബൈ ബൈ.